പാലക്കാട് തത്തമംഗലത്തെ കുതിരവേല ഭയങ്കര പ്രസിദ്ധമാണ്. 2 വർഷം കൂടുമ്പോഴാണ് ഈ വേല നടക്കുക. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ആനയാണ് മെയിനെങ്കിൽ ഇവിടെ കുതിരയാണ് മെയിൻ. ഉത്സവത്തിന് വേണ്ടി ഒരുക്കുന്ന കുതിരയാണ് അങ്ങനെയാണ്? അതെ, ഇത് നോർമലി നമ്മളിവിടെ ക്ലബിലുള്ളതാണ്. പിന്നെ ഉത്സവം 2 വർഷത്തിലൊരിക്കലും നടക്കുന്ന വേലയാണ്. അപ്പോൾ അതിന് മസ്റ്റായിട്ട് കുതിരകൾ ഇനിയും കൂടുതലുണ്ടാവും. ഇതുപോലത്തെ കുതിരകളാണ് ഇറക്കുക? എല്ലാ ബ്രീഡും ഉണ്ടാവും. ഇതുപോലെ ഉയരമുള്ള കുതിരകളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഇത് മാർവാർ ബ്രീഡാണ്. ഇപ്പോൾ നോർത്തിൽ ഉള്ള രാജാക്കന്മാർ, നമുക്ക് സൗത്തിൽ പൊതുവേ ആദ്യം ഉണ്ടായിരുന്നത് ഈ നാടൻ കുതിരകൾ, പോണി എന്ന് പറയുന്ന ഈ നാട്ടുകുതിര ടൈപ്പാണ്. അത് ബിലോ 50 ഇഞ്ച് ആ ഒരു സൈസിലെല്ലാം ഉണ്ടായിരുന്ന കുതിരകൾ. നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സിനാണ് ഈ ഹൈറ്റ് കൂടുതൽ വരുന്നത്. ഇതിന്റെ കണ്ണൊക്കെ ഒരു പ്രത്യേകത, വെള്ളിക്കണ്ണാണ്. ഇവർക്ക് എവറിഡേ മോർണിംഗ് നമ്മൾ ഈ ഗ്രൂമർ ഉപയോഗിച്ച് ഗ്രൂം ചെയ്ത് കൊടുക്കും. അത് ചെയ്യുമ്പോഴേ അവർക്കുള്ള മസിൽസ് ഷേപ്പ് ആവുള്ളൂ. അതേപോലെ മേലെയുള്ള ഡെഡ് ഹെയർ, ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവുള്ളൂ. ഹോസ് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ആയി. നമ്മൾ ഈ ഗ്രൂമിങ് പോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലുള്ളതാണ് ഈ ഹൂഫ് ക്ലീനിങ് എന്നുള്ളത്. ഇത് ഷൂയിങ് ചെയ്തിട്ടുള്ള ഹോസാണ്. ഇതിൻ്റെ ഈ ഫ്രോഗിൻ്റെ 2 ഭാഗത്തും നമുക്ക് ഈ ചെളികൾ, എസ്പെഷ്യലി മഴക്കാലത്ത് ചെളി കൂടുതലായിട്ട് ഇവിടെ കയറി പിടിക്കാൻ, അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ ഹൂഫ് ചീഞ്ഞു പോകും. ഫുഡ് എങ്ങനെയാണ്? ഫുഡ് ഇവർക്ക് 2 ടൈമാണ് കൊടുക്കുന്നത്, മോർണിംഗ് ആൻഡ് ഈവനിങ്. ആഫ്റ്റർ റൈഡ് ഒരു 10 o'clock ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ചോളം കൊടുക്കും, ബോയിൽ ചെയ്തിട്ട്. ഗോതമ്പ് ബോയിൽ ചെയ്ത് കൊടുക്കാം. അതേപോലെ ചന കുതിർത്തിട്ട് കൊടുക്കാം. മുതിര ബോയിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഓട്സ്, ബാർലി അതുപോലെയുള്ളതെല്ലാം കൊടുക്കാം. പുല്ല്, അതേപോലെ ഈ ചോളത്തിൻ്റെ തട്ട്, ഗോതമ്പ് പുല്ല്, ഇതുപോലെയുള്ള ഫോഡേഴ്സ് എല്ലാം വരുന്നുണ്ട്. കടലയുടെ പുല്ല്, ഇതെല്ലാം അതും കൊടുക്കാം. ഓരോ സീസണിൽ ഫുഡ് ചേഞ്ച് ചെയ്യും. മെയിൻലി ഹോഴ്സ് റൈഡ് ഒരു നല്ലൊരു എക്സസൈസാണ്. അതല്ലാതെ ഒരു പെറ്റായിട്ട് വളർത്താൻ ഒരു ഇൻ്റലിജൻ്റ് അനിമൽ കൂടിയായിട്ടാണ് ഈ ഹോഴ്സ്. പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് ഇണങ്ങും. ഒരു പോസിറ്റീവ് വൈബാണ് ഈ ഹോഴ്സ് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കും. ഇത് എങ്ങനെയാണ് ഇവിടെ റൈഡിങ് പഠിപ്പിക്കുന്ന ഒരാളൊക്കെ എങ്ങനെയാണ്? അത് ഇവർക്ക് ബേസിക് ഹോഴ്സ്മാൻഷിപ്പ് കോഴ്സ് ഉണ്ട്. അത് 10 ദിവസത്തെ കോഴ്സാണ്. മോർണിംഗ് ഈവനിങ് ക്ലാസ് ഉണ്ട്. അതിൽ വിത്ത് സ്റ്റേയോട് കൂടിയിട്ട് 10,000 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് 30 ക്ലാസ്സുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സും നമ്മൾ കൊടുക്കും. പിന്നെ ഇപ്പം പെട്രോളിന് ഭയങ്കര വില കൂടി വരുന്ന ഒരു കാലമാണല്ലോ. ഈ കാലത്ത് ഒരു കുതിരയെ വാങ്ങിച്ച് കുതിരയുടെ പിന്നിൽ ഇങ്ങനെ കയറി പോവാം ഒക്കെ ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അതൊരു വ്യാമോഹമാണോ അതോ? പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് അനിമൽസിന്റെ ഫീഡിനും വില കൂടുന്നുണ്ട്. അപ്പോൾ പെട്രോള് നമ്മൾ യൂസ് ചെയ്യുന്ന ദിവസം മാത്രം ഫ്യൂവൽ ചെയ്താൽ മതി വണ്ടിക്ക്. ഇവരങ്ങനെയല്ല, ഇത് ഡേ ടു ഡേ എക്സ്പെൻസ് ഉള്ള അനിമലാണ്. നമുക്ക് തത്തമംഗലം ഈ കുതിരയുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ സൗത്തിൽ തന്നെ പേര് കേട്ട ഒരു ഫെസ്റ്റിവലാണ്. എവിടെ ഇല്ലല്ലോ കുതിരയുമായി ബന്ധപ്പെട്ടത്. കാരണം ഇത് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൾച്ചറാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കോഴി വളർത്തുന്ന പോലെ ഞങ്ങളുടെ വീട്ടിൽ കുതിര എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചെറുപ്പം മുതൽ ഇവരെ പരിപാലിച്ചും അവരെ ട്രെയിൻ ചെയ്തും അങ്ങനെ സെറ്റ് ചെയ്തും എന്നുള്ള ആ ഒരു രൂപത്തിൽ ഞങ്ങളുടെ ഒരു ഭാഗമായി തന്നെ ഈ കുതിര മാറിയിരിക്കുക. അപ്പോൾ നമ്മളൊരു റൈഡ് പോയിട്ട് വരാം. സംഭവം വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, നമ്മൾ ഒഴുകി നടക്കണ പോലെ ഉണ്ട്. മാൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.